ദൈവനാമം മഹത്വപ്പെടട്ടെ. ക്രിസ്മസ് ഒരു ചരിത്ര സംഭവത്തിൻ്റെ ആഘോഷമാണ്, ചരിത്ര സംഭവത്തിൻ്റെ അനുസ്മരണമാണ്. എന്നാൽ അതിനെല്ലാം ഉപരിയായി ക്രിസ്മസ് എൻ്റെയും നിങ്ങളുടെയും ജീവിതാനുഭവമായി മാറേണ്ടതായിട്ടുണ്ട്. ക്രിസ്മസിന് നാം പുൽക്കൂട് ഒരുക്കാറുണ്ട്. എന്നാൽ രക്ഷകന് പിറക്കുവാൻ ഒരുക്കമുള്ള ഒരു ഹൃദയം എനിക്കുണ്ടാകുമ്പോഴാണ്, ക്രിസ്തുവിൽ ഞാൻ വീണ്ടും തുറക്കുമ്പോഴാണ് ക്രിസ്മസ് എൻ്റെ ജീവിതാനുഭവമായി മാറുന്നത്. ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ദേവാലയം വിശുദ്ധിയുള്ള മനുഷ്യഹൃദയമാണ്. ദൈവത്തിന് വന്നു പിറക്കുവാൻ, ദൈവത്തിന് നിത്യം വസിക്കുവാൻ ഏറ്റവും വിശുദ്ധമായ ദേവാലയമായി, പുൽക്കൂടായി എൻ്റെ ഹൃദയം രൂപപ്പെടേണ്ടതായുണ്ട്. നക്ഷത്രങ്ങൾ കൊണ്ട് നാം അലങ്കാരങ്ങൾ തീർക്കാറുണ്ട്. എന്നാൽ ഇരുട്ടിലാണ് താരകം ഉദിച്ചുയരുന്നത്. ആരുടെയെങ്കിലും ഇരുളിൽ ഒരു ചെറുവെട്ടമായി, സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ പ്രകാശമായി നമുക്ക് മാറാനായി സാധിക്കണം. എന്നിലെ പ്രകാശം കണ്ടിട്ട് രക്ഷകൻ്റെ അരികിലെത്താൻ ആർക്കെങ്കിലും കഴിയുമ്പോഴാണ് ക്രിസ്മസ് താരകമായി ഞാൻ മാറുന്നത്. എൻ്റെ ജീവിതത്തിൽ ക്രിസ്മസ് അർത്ഥവത്തായി തീരുന്നത്. ക്രിസ്മസിന് സമ്മാനങ്ങൾ നാം കൈമാറാറുണ്ട്. എന്നാൽ നമുക്ക് കൈമാറാവുന്ന ഏറ്റവും നല്ല സമ്മാനം കുറച്ചുകൂടി മെച്ചപ്പെട്ട എന്നെ തന്നെയാണ്. എൻ്റെ ഭാര്യയ്ക്ക്, മക്കൾക്ക്, ചുറ്റുമുള്ളവർക്ക് കുറച്ചുകൂടി സ്നേഹമുള്ള, കുറച്ചുകൂടെ കരുതലുള്ള, കുറച്ചുകൂടെ ശ്രദ്ധിച്ചു കേൾക്കുന്ന, കുറച്ചുകൂടെ സത്യവും നീതിയുമുള്ള എന്നെ നൽകുവാനായിട്ട് എനിക്ക് സാധിക്കണം. ഈ ലോകത്ത് നൽകപ്പെട്ടതിൽ വെച്ച് ഏറ്റവും മഹത്തരമായ സമ്മാനം യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെയും രക്ഷയെയും പരസ്പരം പങ്കുവയ്ക്കുവാൻ നമുക്ക് സാധിക്കണം. മനോഹരമായ ക്രിസ്മസ് ട്രീ അലങ്കരിച്ച് ക്രിസ്മസിനെ നാം വരവേൽക്കാറുണ്ട്. നന്മകളാൽ നമ്മുടെ ജീവിതത്തെ നാം അലങ്കരിക്കുമ്പോൾ, കഷ്ടതയിൽ, വേദനയിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഞാൻ തണലായി തീരുമ്പോൾ, ജീവിതത്തിലെ കൊടുങ്കാറ്റുകളെ തടയുവാനായി ഞാൻ കരുത്തുള്ളവനായി, വിശ്വാസത്തിൻ്റെ വേരുള്ളവനായി മാറുമ്പോൾ, ഞാൻ തന്നെ ഒരു ക്രിസ്മസ് മരമായി മാറുന്നു. ക്രിസ്മസ് ആഘോഷത്തിന് അപ്പുറം, ആചാരത്തിനപ്പുറം, ഒരു അനുസ്മരണത്തിനപ്പുറം നമ്മുടെ ജീവിതം അനുഭവമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.